ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ബോളി കിട്ടും. ബോളിയും പാലടയും കൂടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആ ബോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വാ, നമുക്ക് ബോളി ഉണ്ടാക്കാം. ബോളി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്ത കടലപ്പരിപ്പ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് നേരം വെക്കുക. ഒരു അരമണിക്കൂർ അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്കൊരു 3 ഏലക്കയും 1 ജാതിക്കയും അത് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത കടലപ്പരിപ്പിൻ്റെ മിക്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ മിക്സൊക്കെ നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. മിക്സ് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നും ഇതുപോലെ കുറച്ചെടുത്ത് നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ആ ഒരു മാവ് നമ്മൾ ആ ഉരുള ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ മൈദയുടെ ആ ഒരു ഇത് കൊണ്ട് തന്നെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്ത് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സ് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതുപോലെ എല്ലാം നമ്മൾ ഉരുളകളാക്കി വെക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഓരോ ഉരുളകളും എടുത്ത് നമ്മൾ ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമ്മൾ അരിപ്പൊടി തൂവിക്കൊണ്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ പരത്തിയെടുത്തത് നമുക്കിനി ഒരു തവയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒന്ന് മറച്ചിട്ട് വേവിക്കാം. ഒരുപാട് സമയം നമ്മൾ ഈ അടുപ്പിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഒന്ന് ഹാർഡായി മാറും, നമ്മുടെ ആ സോഫ്റ്റ്നെസ് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പാലടയുടെ കൂടെ സർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.